ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ പരിപ്പ് കൊണ്ടുള്ളൊരു പായസമാണ്. നമുക്ക് പായസമായിട്ട് നല്ലൊരു സ്വീറ്റ് ഇടയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഇതുപോലെ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ചെറുപയർ പരിപ്പ്. അതായത് നമ്മുടെ ഈ പരിപ്പ് കറിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കില്ലേ, ആ ഒരു പരിപ്പ്, ചെറുപയർ പരിപ്പ്, അത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വറുത്തതിന് ശേഷം കഴുകേണ്ട ആവശ്യം വരില്ല. അതിൻ്റെ പേരിലാണ് ഫസ്റ്റിലേ ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. കഴുകിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് കുതിർക്കാനോ മറ്റോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുത്തേക്കണം. അതായത് കഴുകി ഒരു 5-10 മിനിറ്റ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപ്പ് വന്നിട്ട് കുതിർന്ന് തുടങ്ങും. എങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റില്ല. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. അപ്പോൾ അതുവരെ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുപയർ പരിപ്പില്ല, പകരം ചെറുപയർ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ആ ചെറുപയർ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു ഇടികൽ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കോയിലുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റായി കിട്ടും. അതിനുശേഷം നമ്മുടെ മുറത്തിലേക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോടൊക്കെ ഏകദേശം ഒന്ന് മാറി കിട്ടും. ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിത് കിട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ഈ പരിപ്പെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് മറ്റൊരു കടായിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ ഞാനിപ്പോൾ ചവരി എടുത്തിട്ടുണ്ട്, സാബൂനരി. അത് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറോളം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്തതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചവരി വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഇതുപോലെ ഈ ഒരു അളവിൽ 1/4 കപ്പിൽ കൂടുതൽ വേണ്ട കേട്ടോ, എങ്കിൽ പിന്നെ നല്ല കട്ടിയായി പോവും. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചവരിയെല്ലാം നല്ലതുപോലെ റെഡിയായി കിട്ടിക്കോളും. ഫ്ലെയിം ഞാൻ ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചവരിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് അതേ കടായിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി നമ്മുടെ ശർക്കര എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയിൽ അത്യാവശ്യം കല്ലും അതുപോലെ തന്നെ ചെറിയ പൊടിയൊക്കെ ഉണ്ടാകും, പനയിലയുടെയൊക്കെ ചെറിയ പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് അരിച്ചുകൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചാൽ മാത്രം മതി കേട്ടോ, ഒരുപാട് സമയത്ത് നമ്മളിത് കുറുക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ ഇപ്പോൾ ഒരു 3 വിസിലോളം വന്നിട്ടുണ്ട്. അതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് നമ്മളിത് തുറക്കുന്നത്. അതായത് വിസിൽ വന്നിട്ട് അങ്ങനെ വെച്ചിരിക്കണം, ഉടൻ തുറക്കരുത്. അതിലെ കംപ്ലീറ്റ് പ്രഷർ ഇതുപോലെ പോയതിന് ശേഷം ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഈ പരിപ്പെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉടച്ചെടുക്കുന്നില്ല. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരി മിക്സ് കൂടി, അതുപോലെ തന്നെ ശർക്കരയെല്ലാം നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
നല്ല രീതിയിൽ നമ്മുടെ ഈ പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ചവ്വരിയുടെ മിക്സും നമ്മുടെ ശർക്കരയും എല്ലാം കൂടി ഒന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങും. നമ്മുടെ പരിപ്പ് വറുത്തെടുത്ത ആ കളറിലേക്ക് വരും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട, ഈ ഒരു അളവിൽ മാത്രം. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുറുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി ചേർക്കാം. നമ്മുടെ സാധാരണ പശുവിൻ പാൽ എടുക്കരുത്, എങ്കിൽ പിന്നെ ശർക്കരയും പശുവിൻ പാലും കൂടി ചേർന്നിട്ട് അതൊന്ന് പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ തേങ്ങാപ്പാൽ തന്നെ മറക്കാതെ ഒന്ന് ചേർത്തേക്കണം. 1-ാം പാൽ മതിയാവും. നന്നായിട്ട് ഫസ്റ്റ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നില്ലേ ആ ഒരു പാല്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് കൂടി. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പായസമായിട്ടല്ല, ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മധുരം കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള നല്ല റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.